ഒരാൾ കിടന്ന് ഉറങ്ങണു. ആ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നമുണ്ടായി. സ്വപ്നത്തിൽ വലിയൊരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ പലരും മരിച്ചു, ശത്രുക്കളെയൊക്കെ കൊന്നു. അവസാനം താനും മരിച്ചു എന്ന് സ്വപ്നം കാണുന്നു. എണീറ്റ് നോക്കുമ്പോൾ മരിച്ചിട്ടൊന്നുമില്ല. പടയാളികൾ വീണത് ചെത്തുപോയവരുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ സ്വപ്നം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു അനുഭവമാണ്. ഇല്ലാത്ത വസ്തുക്കളുടെ സംഭവങ്ങളുടെ ഒരു അനുഭവം. ആ സ്വപ്നത്തിൽ നടക്കുന്നതൊന്നും കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ സ്വപ്നത്തിൽ നടക്കുന്നതൊന്നും നമ്മൾക്ക് ബന്ധനത്തിന് കാരണമല്ലെങ്കിൽ ആ സ്വപ്നം പോലെ സ്വപ്നം ആർക്കാണ്ടായത്? ഉറങ്ങുന്നവന്. അതേ ഉറങ്ങുന്നവൻ കാണുന്ന ജാഗ്രത അവസ്ഥയുണ്ടല്ലോ, അതും ഒരു നീണ്ട സ്വപ്നം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, ആവർത്തിക്കുന്ന സ്വപ്നം. അപ്പോൾ ഈ സ്വപ്നാനുഭവത്തിൽ നമുക്ക് ബാധയില്ലെങ്കിൽ ജാഗ്രത അനുഭവങ്ങളിൽ എന്തിന് ബാധ വേണം? അതിലും ബാധയില്ല. ബാധയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ തവളയെ പാമ്പ് പിടിക്കുന്നത്, എലിയെ പൂച്ച പിടിക്കുന്നത്, ഗരുഡൻ പാമ്പിനെ കൊത്തിക്കൊണ്ടു പോണത്. അങ്ങനെ എന്ത് നടന്നാലും അതിന് അന്തസ്സത്ത എന്ന് പറയണതൊന്നുമില്ല എന്ന്. ഇപ്പോൾ സ്വപ്നത്തിൽ കഴുത്ത് മുറിച്ചു എന്ന് സ്വപ്നം കണ്ട് എണീറ്റ് നോക്കുമ്പോൾ കഴുത്ത് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഉറങ്ങുന്നവനിൽ നിന്ന് നിർഗളിക്കുന്ന സ്വപ്നം പൂർണ്ണമായും മിഥ്യയാണെങ്കിൽ അതേ ഉറങ്ങുന്നവനിൽ നിന്ന് ആവർത്തിച്ച് നിർഗളിക്കുന്ന ജാഗ്രത അവസ്ഥയും സ്വപ്നം പോലെ തന്നെ മിഥ്യയല്ലേ? മറുപടി പറയൂ കൂട്ടരെ. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് നിശ്ചയിക്കുന്ന മാതിരി ബുദ്ധി കൊണ്ട് ആലോചിച്ച് നിശ്ചയിക്കുകയാണ്. ബുദ്ധിയുടെ അവിടെ വരുമ്പോൾ നിങ്ങൾ തട്ടുമാറരുത്.